Hey, hello guys. അപ്പം ഇന്ന് ഡേ 5 ഓഫ് മൈ 30 days challenge. 2 വയസ്സ് രാവിലെ ആവുന്നു. 6 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. എന്തൊരു സുഖം. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി എഴുന്നേറ്റപ്പം. ഒരു 5:10 ആയിരുന്നു. 5:10 എഴുന്നേറ്റപ്പം. കുഴപ്പമില്ല, 5 മണി കഴിഞ്ഞിട്ടല്ലേ എഴുന്നേറ്റേ, 6 മണിക്കല്ലല്ലോ. അമ്മ രാവിലെ എഴുന്നേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് ഡേ 5 ഓഫ് മൈ 30 days challenge. ഞാൻ 5 ദിവസമായി. ഓ മൈ ഗോഡ്, ഇത്രയും ദിവസം ഞാൻ വീഡിയോ ഇട്ടു. ഓഫ് ഡേ 1 ഞാൻ ഡേ 1 ഇട്ടിട്ട് ജസ്റ്റ് ഫെയിലായാലും കുഴപ്പമില്ല. ഫെയിലിയർ എപ്പോഴും നമ്മൾ ഒരു സ്റ്റാർട്ടിങ് അല്ലേ, ജസ്റ്റ് എ ലെസൺ. എന്തൊരു തേജസ്സല്ലേ. ഹേ ഗായ്സ്, അപ്പം ഇതിപ്പോൾ സന്ധ്യയായി ഗൈസ്. വിളക്ക് എത്തിച്ച് വെച്ചിരിക്കും ഗൈസ്. അപ്പം ഇന്ന് ഞങ്ങൾ ഇടവരെ പോയായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയിട്ട് തന്നെ ഞാനത് എടുക്കാഞ്ഞത്. ഞാനപ്പോൾ പോയിട്ട് വേണ്ടേ ഒരു 3 മണിയൊക്കെ ആറാകുമ്പോൾ വന്നായിരുന്നു. ശരിക്കും ഞാൻ ടയേർഡായി ഗൈസ്, ശരിക്കും ഞാൻ ടയേർഡായിപ്പോയി. അതൊക്കെ ഇനി ഞാൻ ഈ വരുന്ന ചൊവ്വാഴ്ച ഞാനതെല്ലാം വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ശരിക്കും ടയേർഡായതുകൊണ്ട് ഞാനൊരു 3 മണിയായപ്പോൾ ഞങ്ങളോട് വന്ന് ഞാൻ നേരെ കയറി കിടന്ന് ഉറങ്ങി. കുറച്ച് മുന്നേ എഴുന്നേറ്റത്. എൻ്റെ വിളക്കൊക്കെ കത്തിച്ച്, എൻ്റെ അനിയനാണ് വിളക്ക് കത്തിച്ചിരുന്നത്. ഞാനിനി പോയി ഫ്രഷായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അത് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് വേണ്ട, അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് എടുക്കാമെന്ന്. അടുത്ത ചൊവ്വാഴ്ച കുറച്ചും കൂടെ സ്പെഷ്യലാണ്. അപ്പം ഞാൻ ചൊവ്വാഴ്ച എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, ഇനിയിപ്പോൾ ഫ്രഷ് ആവണം, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഒരാൾ വേണ്ട മാതള നാരങ്ങയുണ്ട്, നാരങ്ങ കഴിക്കാം. ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നത്. ചോറ് കഴിച്ചിട്ട് ഞാൻ കുളിക്കാമെന്ന് വെച്ചു. അപ്പോൾ വേണ്ട കൊണ്ടുത്തന്ന മാതള നാരങ്ങ അതുകൊണ്ട് ഒരുത്തം ഇന്ന് കഴിക്കുന്നു, ഒരാൾ വീട്ടിൽ നിന്ന് കുളിക്കുന്നു. നമ്മൾ വ്ളോഗ് കാണുന്നു ഗൈസ്. വ്ളോഗ് പ്രണവ് പ്രവീണല്ലേ കൊച്ചുചേട്ടൻ്റെ വീട്. ഇവിടെ നമ്മൾ പണ്ട് മുതലേ പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ നല്ല രസമാണ് ഗൈസ്. വേറെ വീഡിയോ നമ്മളെ ചട്ടമ്പീസിൻ്റെ വീഡിയോസ്. യെസ്, ഞാൻ അപ്പം ചോറ് കഴിച്ചിട്ട് പോയി ഫ്രഷ്. 8 മണി കഴിഞ്ഞ് കാണത്തില്ല അമ്മ? 8 മണി കഴിഞ്ഞ് കാണും. നമ്മൾ നേരത്തെ കഴിക്കുന്നത് ഗൈസ്, നേരത്തെ ഫുഡ് കഴിക്കണം. നമ്മൾ ഒരിക്കലും രാത്രി ഫുഡ് കഴിക്കരുത്. നമ്മൾ കിടക്കുന്നതിന് 3 മണിക്കൂർ 2 മണിക്കൂർ മുന്നേ ഫുഡ് കഴിക്കണം. ഞാൻ ഈ സമയത്തല്ല കഴിക്കുന്നത് സാധാരണ. പണ്ടൊക്കെ രാത്രി കഴിക്കുന്നത്. ഇപ്പം ഒരു 7 മണിക്ക് മുന്നേ ചിലപ്പോൾ ഞാൻ കഴിക്കും. 7 മണി കഴിഞ്ഞ് ഞാൻ 8 മണിക്ക് മുന്നേ മിക്കപ്പോഴും ഞാൻ കഴിക്കും. അതാണ് നല്ലത് കഴിച്ചു, നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പം ഞാൻ പോയി കഴിച്ചിട്ട്. ഹേ ഗായ്സ്, അപ്പം ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നു. ഞാൻ ജേണലൊക്കെ ചെയ്യുന്നു ഗൈസ്. ഞാൻ നെക്സ്റ്റ് വായിക്കാൻ തുടങ്ങിയ ബുക്ക്
ദ റിച്ച് ഡാഡി പുവർ ഡാഡി. ഞാൻ കുറച്ച് വായിച്ചു വായിക്കാൻ അങ്ങനെ ടൈം കിട്ടാറില്ല. ഞാൻ വായിക്കും, പക്ഷെ അടിപൊളിയാവും, മനസ്സിലാവുന്ന രീതിയിലാണ്. മറ്റേ ബുക്ക് കുറച്ച് പാടായിരുന്നു. ഇവിടം വരെ വായിച്ചു ഞാൻ ജേർണലിങ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഞാൻ മിക്ക വീഡിയോക്കകത്ത് ജേർണലിങ് ചെയ്യുന്ന അങ്ങനെ കാണിക്കാറില്ല. ഞാൻ ആദ്യത്തെ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ജേർണലിങ് ചെയ്യുന്നത്. എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാണിക്കാൻ. ഇന്നിപ്പം ഞാൻ ഇനിയിപ്പം ഞാൻ അങ്ങനെ വലുതായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പം ഞാൻ വെച്ച് ജേർണലിങ് ഒക്കെ എഴുതുന്നത് കാണിക്കാം. നമ്മൾ ജേർണലിംഗ് എന്ന് വെച്ചാൽ ഒരുപാട് ജേർണലിംഗ് ഉണ്ട്. ഞാനിപ്പം ജേർണലിംഗ് ഏത് ജേർണലിംഗാണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ എല്ലാത്തിനും താങ്ക്ഫുള്ളായിട്ടിരിക്കുന്നത്, അതിന് ഞാൻ താങ്ക്ഫുള്ളായിട്ട് എഴുതുന്നു. വെച്ചാൽ എനിക്കിപ്പം ഇന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞു. അതാണ് ഗൈസ് ഞാൻ എഴുതുന്നത്. നല്ല ശീലമാണ് ഗൈസ്. നമുക്ക് കിട്ടിയതിനും കിട്ടാൻ പോകുന്നതിനും നന്ദി പറയുന്നത് നല്ലതാണ്. അപ്പം എനിക്ക് ഇന്നും രാവിലെ എഴുന്നേക്കാൻ കഴിയുന്നില്ലേ? അപ്പം ഇന്ന് നമ്മൾ കാണുന്നവർ നാളെ കാണണമെന്നില്ലല്ലോ. അപ്പം നമ്മൾ ഓരോ ദിവസത്തിനും നന്ദി പറയണം. അതൊരു വലിയ ഗ്രേറ്റ്ഫുൾ അല്ലേ? നമുക്ക് ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഗ്രേറ്റ്ഫുൾ അല്ലേ? ഇപ്പം നമുക്ക് ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതെ ഗൈസ്, അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ ദിവസത്തിനും നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന ഒരു പുതിയ ജന്മമാണ് ആ ഒരു പുതിയ ഡേ. ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഫുൾ മൂൺ ഡേ ആയിരുന്നു. ഇന്ന് ഫുൾ മൂൺ ഡേ എന്നല്ല, ഇന്ന് ഫുൾ മൂണുണ്ട്. നമ്മൾ ഫുൾ മൂണുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ മൂണിനെ നോക്കി നമ്മൾ എന്തെങ്കിലും ആഗ്രഹമുള്ള കാര്യങ്ങൾ, വലുതല്ല എന്നാൽ ചെറുത്, നമുക്ക് നടക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഇങ്ങനെ മൂണിനെ നോക്കി സന്തോഷമായിട്ട് പറയുന്നത് നടക്കും എന്നൊക്കെ പറഞ്ഞു. അമ്മ ഇപ്പം അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഒന്നും രാത്രിയിൽ വെളിയിൽ ഇറങ്ങത്തില്ല. അപ്പം അമ്മ ഇറങ്ങി ഇങ്ങനെ നടക്കും. ചുമ്മാ അങ്ങനെ നടക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതാണ്. നമുക്ക് കിട്ടിയതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് കിട്ടാനുള്ള നമ്മൾ ചെറിയ കാര്യത്തിന് വരെ നന്ദി പറയണം. നമ്മുടെ കൈകൾക്ക് നന്ദി പറയണം. എന്നുവെച്ചാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നിടം മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൈ കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. കൈയില്ലാത്ത എന്തോരം പേരുണ്ട്, അവരൊക്കെ എന്തോരം ബുദ്ധിമുട്ടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൈകൾക്ക് നമ്മൾ എന്തോരം താങ്ക്ഫുള്ളായിട്ട് ഇരിക്കണം. വെച്ചാൽ എല്ലാവർക്കും കിട്ടാത്തതിനെ കുറിച്ചാണ് ഭയങ്കര വറീഡാവുന്നത്. നമുക്കുള്ളതിനെ കുറിച്ച് നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായ നമുക്ക് എല്ലാം കിട്ടും. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പോയി ഫുൾ മൂൺ കാണാം. നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോഴേ നമ്മൾ ചുമ്മാ എഴുതിയിട്ട് കാര്യമില്ല. നമുക്ക് ഉള്ളിൽ നിന്ന് ഫീൽ വരണം. മീൻസ് നമുക്ക് അത് കിട്ടിയതുകൊണ്ട് നമ്മൾ എന്തോരം ഭാഗ്യവാനുമാണെന്ന് ചിന്തിക്കണം. നമുക്കതുള്ളൂ. ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കത് തോന്നും. കാലില്ലാത്തവർ എന്തോരം പേരുണ്ട്, അവരൊക്കെ എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെപ്പോലുള്ളവരെ കാണുമ്പോൾ അവർ വിചാരിക്കും എനിക്ക് കാലുണ്ടായിരുന്നു, എനിക്കൊന്ന് നടക്കാമായിരുന്നു, എനിക്കൊന്ന് ഓടായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. നമ്മളാരും നമ്മുടെ കാലുകൾക്ക് വാല്യൂസ് കൊടുക്കത്തില്ല. കുറേ പേരൊക്കെ അങ്ങനെയാണ്. നമുക്ക് അവരൊന്നും മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഉള്ളതിന് നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കും. ഞാനിങ്ങനെ എഴുതി ഗൈസ്. ഞാനപ്പം എൻ്റെ ഫെബ്രുവരിയിലെ ഹാബിറ്റ് ട്രാക്കർ എഴുതി കഴിഞ്ഞു. മാർച്ചിലത് വരച്ചിടുക.
അത് ഞാൻ എഴുതട്ടെ. ഗൈസ്, നമ്മുടെ ചന്ദ്രദേവൻ പോയി. ആകാശത്തൊന്നും കാണുന്നില്ല. കുറച്ച് മുന്നേ വന്നായിരുന്നു, പോയി. പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ വരും. ഇതുകൊണ്ട് കണ്ടു, വെട്ടും കണ്ടു. ഭയങ്കര കാർമേഘമാണ്, അപ്പം കാണാൻ പറ്റത്തില്ല. ഹേ ഗായ്സ്, അപ്പം നമുക്ക് ചന്ദ്രനെ ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്, ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ബായ്.